സംസ്ഥാന ബി.ജെ.പിയെ പറ്റി ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ പേർ തിരിച്ച വലിയ അഴിമതി, കൊടിയ അഴിമതി, കൊടിയുടെ പേര് മാത്രമല്ല എല്ലാത്തിലും അഴിമതി. എന്താണ് ബി.ജെ.പിയുടെ ദേശീയ നേതാവിന്റെ അങ്ങയുടെ അല്ല, ഇക്കാര്യത്തെ കുറിച്ച് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സംശയത്തിന് യാതൊരു സാധ്യതകളും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതികൾ നടന്നു എന്നുള്ള പരാതി ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ അഭിപ്രായവുമില്ല. അതുകൊണ്ട് ബാക്കി മാധ്യമങ്ങൾ വരുന്നതിനോടൊന്നും ഞങ്ങൾക്ക് പ്രതികരിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അച്ചടക്കത്തിനും അനുശാസനത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നതിലും സുതാര്യത പുലർത്തുന്ന, സത്യസന്ധത പുലർത്തുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അക്കാര്യത്തില് വലിയ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ, പരിശോധിക്കാൻ സംഘടനാപരമായ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതികൾ ലഭിച്ചാൽ ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇതിനെ സംബന്ധിച്ച് താങ്കൾ ഉന്നയിച്ച കാര്യത്തെ കുറിച്ച് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സംശയാതീതമായ നിലപാട് വ്യക്തമാക്കി. ഒരു ജനാധിപത്യ പാർട്ടികളിൽ അകത്ത് അച്ചടക്ക നടപടികളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതൊന്നും മാധ്യമങ്ങൾ അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ടതല്ല. അങ്ങനെയാണോ ബി.ജെ.പി പൊതുസമൂഹത്തെ അറിയാതെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അതല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഇതുപോലെ പരാതികൾ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ പോലെ CPM-നെ പോലെയല്ല. ഞങ്ങൾ പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്, അച്ചടക്ക സമിതിയുണ്ട്. അവർ പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒരു നൂതനമായ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടി ജനസംഘ കാലഘട്ടം മുതലേ ഈ സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കും. കഴമ്പുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ഇത് സ്വാഭാവിക. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന നേതാക്കളായിട്ടുള്ള ആരെങ്കിലും നടപടിയുടെ ഭാഗമായി മാറ്റിയെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ഇപ്പം മാധ്യമ വാർത്തകൾ ഉപയോഗിക്കേണ്ടെന്ന് പറയുമ്പോൾ PSC മാധ്യമ വാർത്തകളാണ്. അതാണ് താങ്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. അതുപോലെ താങ്കളുടെ പാർട്ടിയിൽ ഇത്രയും വലിയ ക്രമക്കേടുകൾ നടക്കുന്നു, ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു, അത് പ്രതികരിക്കട്ടെ. അതെ, ഞാൻ സൂചിപ്പിച്ച ഇക്കാര്യത്തെ കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഓരോ ദിവസം കൂടുമ്പോൾ എത്ര ലക്ഷം, ആ ലക്ഷം, ഈ ലക്ഷം, ഇതിനോടൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പരാതി ലഭിച്ചാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആ സമയത്ത് ശ്രദ്ധിക്കാം. ഞങ്ങളെ ഈ സമയം വരെ ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സമയം വരെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു യാതൊരു പരാതി, ഞങ്ങളെ സംബന്ധിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ശബ്ദരേഖ കണ്ടില്ല. മാത്രം ഞങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് പരാതി അച്ചടക്ക സമിതിയിലുണ്ട്, പരാതികൾ വന്നു കഴിഞ്ഞു. അത് വ്യക്തികൾക്ക് കൊടുക്കാൻ സംഘടന വിവിധ തലങ്ങളുണ്ടല്ലോ, സംഘടനാ സംവിധാനം, അവർക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ എനിക്ക് പരിശോധിക്കും. ഇത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. ഒരു ശതമാനം പോലും ഞങ്ങൾ ഇതിനോട് സന്ധി ചെയ്യും. അത്ഭുതമുണ്ട്. കാരണം 24 മണിക്കൂർ ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിച്ചുള്ളവർ പൈസ തട്ടുന്നു. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ടുള്ള കുടിയുടെ പേരിൽ പണ്ടുതട്ടുന്നു. ഇതൊക്കെ വൈകാരികമല്ലേ? ഇത് താങ്കൾ മറുപടി പറയണ്ടേ? അല്ല, അതല്ല. നിങ്ങൾ ഓരോ ദിവസവും ഓരോ വാർത്ത കൊടുക്കുന്നുണ്ട്. സ്വാഭാവികം, നിങ്ങൾ ആ വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങളാരും നിഷേധിക്കുന്നില്ല. പക്ഷെ അതിന്റെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവരോട് ചോദിക്കുന്നതല്ല. വാർത്തകൾ ഞാൻ ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് പരാതി ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളെ സംബന്ധിച്ച് ചിലത് മാധ്യമങ്ങളിലൂടെ വരുന്നത്. അപ്പോൾ അത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതുപോലത്തെ ഞങ്ങളിപ്പം ഞങ്ങൾ ക്രമക്കേട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ വിശ്വാസം. വേറെ എന്തെങ്കിലും പരാതികൾ എവിടെന്തൊക്കെ വന്നാൽ നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ, മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രതിനിധികൾക്ക് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഞങ്ങളതില്ല. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്തയുടെ ഉത്തരം ഞങ്ങളത് പറയണം. അതിന് നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുന്നത് ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്ക് സംശയം ഉണ്ടായില്ല. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്
ഇത്തരം കാര്യങ്ങൾ അച്ചടക്ക നടപടിയൊന്നും പൊതുജനവും മാധ്യമങ്ങളും അറിയേണ്ട അതായത് ജനാധിപത്യ പാർട്ടി അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഈ വാർത്ത സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്ത നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? നിങ്ങൾ തന്നോണ്ടല്ലേ? വാർത്താക്കുറിപ്പിലൂടെ ആ വാർത്താക്കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഞങ്ങൾ തന്നതല്ലേ? അപ്പൊ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാർത്താക്കുറിപ്പ് എന്തുകൊണ്ടാണ് 3 പേർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്? അത് ചുമതല മാറ്റി വെക്കുന്നത് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഇതിൽ ഈ അച്ചടക്ക സമിതി രൂപീകരിക്കുക, അച്ചടക്ക സമിതിക്ക് പരാതികളിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, പരിശോധന കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുക, ഇത് ഞങ്ങൾ അത് ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഞങ്ങൾ സാധാരണ രീതിയിൽ സംഘടനക്കകത്തുള്ള സംവിധാനത്തിന് ഭാഗമാണ്. അതൊക്കെ ഞങ്ങളത് വലിയ നിങ്ങൾ ഒരു അസാധാരണമായ രീതിയാണ് നിങ്ങൾ കരുതുന്നത്. അസാധാരണമല്ല, ഇതിന് മാറ്റി നിർത്തി ഇവരൊന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകളുടെ പേരിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓഡിയോയും അവർക്കെതിരായ അലിഗേഷൻസ് ആണ് വരുന്നത് മുഴുവൻ. അപ്പോൾ ആ നടപടിയുടെ ഭാഗമല്ലേ ആ മാറ്റി നിർത്തി? ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കും, വളരെ വ്യക്തമായി ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് എന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ, ഞങ്ങളുടെ നേതൃത്വത്തിന് മുന്നിൽ, അച്ചടക്ക സമിതിക്ക് മുന്നിൽ സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഇതനുസരിച്ച് പരാതികൾ വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ പരിശോധിക്കാറുണ്ട്, കണ്ടെത്താറുണ്ട്, അന്വേഷിക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അതിലൊരു പുതുമയൊന്നുമില്ല. ഈ സിദ്ധാർത്ഥ പ്രവർത്തകൻ ഒരു ബാഗ് നിറയെ നോട്ട് കെട്ടുമാനിക്കുന്ന സെൽഫി ഇട്ടു. അങ്ങനെ ആ സിദ്ധാർത്ഥത്തിന് പരിചയമുണ്ടോ? അങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇല്ല. ഈ ഓഫീസ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കൂട്ടത്തില് സോഷ്യൽ മീഡിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊക്കെ എനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ ഒക്കെ ബന്ധമുണ്ടാകണം നിർബന്ധമില്ല, എല്ലാവരും. അപ്പൊ എനിക്കതായാലും താങ്കൾ സൂചിപ്പിച്ച ആളുമായിട്ട് എനിക്കത് ബന്ധമില്ല. നിങ്ങൾ പറയുന്ന ഒരു അഴിമതിയോട് സന്ധി ചെയ്യുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. ആദർശാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നിരവധി ആളുകളുടെ ബലിദാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു അടി പോലും, ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് ഞങ്ങളെ പ്രവർത്തകർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും 100% വിശ്വാസമുണ്ട്. അതുമായി മുന്നോട്ട്